അടുത്തതിലേക്ക് പോകല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് അതിൻ്റെ ലെങ്ത് എല്ല് പറഞ്ഞു ക്ലോസ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്, കണ്ടെയ്ൻസ് എൻ ഐഡിയൽ ഗ്യാസ് 1 mol ഹാവിംഗ് മോളിക്കുലർ വെയിറ്റ് m. എന്നിട്ട് ആ ട്യൂബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് in a horizontal plane with constant angular velocity omega about an axis perpendicular to AB and passing through the edge at end A as shown figure. PA, PB pressures at A and B respectively. Then ആ പി ബിൻ്റെ ഇക്വേഷൻ ഏതിൻ്റെ ടേംസ് പറയണം? പി എൻ്റെ ടേംസിൽ പറയണം. കറക്കുന്ന സമയത്ത് പ്രഷർ ഡിഫറൻസ് കിട്ടാൻ എന്ത് ചെയ്യണം? റൈറ്റ്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇൻ്റഗ്രേഷൻ തുടങ്ങാം അല്ലേ? ഇൻ്റഗ്രേഷൻ അല്ല പ്രശ്നം, എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നോക്കുക, ഞാൻ ആലോചിച്ച് തുടങ്ങുന്നത് എങ്ങനെയാണ്. ഇവിടെ ഒരു കുഞ്ഞു എലമെൻ്റ് എടുത്തു. ഏത് എലമെൻ്റ്? ഒരു കുഞ്ഞു എലമെൻ്റ്. ആ കുഞ്ഞുവിലേക്ക് ഒറിജിനുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് എടുക്കാം. ഇത് വളരെ ചെറിയൊരു കുഞ്ഞു സാധനം ആയതുകൊണ്ട് ഡി എക്സ് എടുത്തു. യെസ്, ഈ സാധനം കറങ്ങല്ലേ. കറങ്ങുക എന്ന് കേട്ടാൽ നമുക്കറിയാം ബേസിക് കൺസെപ്റ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇവിടെ ആൻസർ ഒക്കെ ഒമേഗൻ്റെ ടേംസിലായതുകൊണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് പറയും. ഓൺ ദിസ് കുഞ്ഞു എലമെന്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, യെസ്, ദാറ്റ് യു ക്യാൻ സേ ദാറ്റ് ദ പ്രഷർ ഡിഫറൻസ് ഇൻ ടു ഏരിയ എന്ന് പറഞ്ഞൂടെ. ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് ഇൻ ടു ഏരിയ, റൈറ്റ്? ഇങ്ങോട്ടുള്ള പ്രഷർ പി എ, ഇങ്ങോട്ടുള്ള പ്രഷർ ഇത് കൂടുതലായിരിക്കണം. അതുകൊണ്ട് ഇവിടെയുള്ള എക്സ്ട്രാ ഫോഴ്സ്, അതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുക. വേറെ ആരും ഉണ്ടാവില്ല. വേറൊരു ഫോഴ്സ് അതിൻ്റെ അകത്തല്ല, വെയിറ്റ് താഴേക്കാണല്ലോ. പിന്നെ അപ്പോൾ പ്രഷർ ഡിഫറൻസ് ഇൻ ടു ഏരിയ ദാറ്റ് പ്രൊവൈഡ്സ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതാണ് നമ്മളെ കൺസെപ്റ്റ്. യെസ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓൺ ദാറ്റ് കുഞ്ഞു എലമെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻ ടു ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ ദാറ്റ് ടു കുഞ്ഞു എലമെന്റ് ആണല്ലോ. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? എം ആർ ഒമേഗ സ്ക്വയർ. ആ എം എന്താ? കുഞ്ഞു എലമെന്റിന്റെ മാസ് ഡി എം. അതിലേക്കുള്ള റേഡിയസ് ഇപ്പോൾ എടുത്തതാ എക്സ് അല്ലേ, എക്സ് സ്ക്വയർ. യെസ്, എം വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ എം ആർ ഒമേഗ സ്ക്വയർ അല്ലേ വരേണ്ടത്. അപ്പോൾ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഏതാ? എം എക്സ് ഒമേഗ സ്ക്വയർ ആ വരേണ്ടത്. യെസ്, എം എക്സ് ഒമേഗ സ്ക്വയർ ഇസ് ഇക്വൽ ടു വാട്ട്? എ ഡി പി. ഓക്കെ, അതാണ് കേസ്. നമുക്ക് ആ പ്രഷർ ഡിഫറൻസ് കിട്ടിയാൽ ആ പ്രഷർ ഡിഫറൻസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. യെസ്, അപ്പോൾ ഡി പി ഈസ് ഈക്വൽ ടു എന്ത് പറയാം നമ്മൾ? ദിസ് ഡി പി ഈസ് ഈക്വൽ ടു ഡി എം, യെസ്, എക്സ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എന്ന് വരും. റൈറ്റ്? ഇനി നമുക്ക് ആ ഡി എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എം എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഏതിൻ്റെ? ഈ കുഞ്ഞു എലമെന്റിന്റെ. ഈ കുഞ്ഞു എലമെന്റ് വോളിയം എത്രയാ? ഇതിന്റെ ഏരിയ ഇൻറ്റു തിക്നെസ്. അപ്പോൾ വോളിയം ഏതാ? ഏരിയ ഇൻറ്റു തിക്നെസ് ഇൻറ്റു ഡെൻസിറ്റി. ബാക്കി ഇവിടെ ഓൾറെഡി ഉണ്ട്, എക്സ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. ദിസ് എ ഗുഡ് ക്യാൻസൽഡ്. നമ്മളെ ചോയ്സിൽ എവിടെയും ഡെൻസിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഡെൻസിറ്റിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണു. എങ്ങനെ? അത് പ്രഷറിൻ്റെ ഒക്കെ ടേംസിൽ മാറ്റാം. ഇത് എത്ര മോളാ ഗ്യാസ്? 1 mol. ഫോർ 1 mol ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ നമുക്ക് പി വി ഇസ് കട്ടെ ആർ ടി എന്ന് മാത്രം എഴുതാം. അപ്പോൾ വി ഏതാ? ആർ ടി ബൈ പി. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു പി ആണേ. റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എം ഡിവൈഡഡ് ബൈ ആർ ടി ബൈ പി. മേലെ പോയല്ലോ. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി പി ഈസ് ഈക്വൽ ടു റോയ്ക്ക് പകരം എം പി ഡിവൈഡഡ് ബൈ ആർ ടി. ഇനി എക്സ് ഡി എക്സ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഒമേഗ സ്ക്വയർ ആദ്യം എഴുതാം, എന്നിട്ട് എക്സ് ഡി എക്സ് എഴുതാം. തിരിച്ചെഴുതിയാൽ വേറെ പ്രശ്നമൊന്നുമില്ല. റൈറ്റ്? ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരേപോലുള്ള ടേമുകൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്താൽ ഡി പി ബൈ പി ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? ദാറ്റ് ഈസ് എം ഒമേഗ സ്ക്വയർ ബൈ ആർ ടി എക്സ് ഡി എക്സ്. രണ്ട് സൈഡും ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഡി പി ബൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് പി വിത്തിൻ ദ ലിമിറ്റ്. ഇവിടെ എ മുതൽ പി വരെയാണ്, ബി വരെ. അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം പി ബി മൈനസ് പി എ. അപ്പോൾ അത് ലോഗ് പി ബി ബൈ പി എന്ന് എഴുതിയാൽ പോരെ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2 ആർ ടി. ഇത് ലിമിറ്റ് ഏതാ? 0 to L. അപ്പോൾ ഇവിടെ ലിമിറ്റ് ചെയ്ത് കൊടുക്കണം 0 to L. അപ്പം ലെഫ്റ്റ് സൈഡിൽ എൽ എൻ പി ബി ബൈ പി എ. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ അപ്പർ ലിമിറ്റ് എൽ സ്ക്വയർ, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ അത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ എം ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആർ ടി. ഇപ്പോൾ ആൻസറായി. രണ്ട് സൈഡ് എക്സ്പൊണൻഷ്യൽ എടുത്താൽ ലെഫ്റ്റ് സൈഡ്
പി ബി ബൈ പി എ. റൈറ്റ് സൈഡ് ഇ റൈസ് ടു എം ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 2RT. ബാക്കി ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. പി ബി ഇസ് ഈക്വൽ ടു യെസ് പി എ എക്സ്പോണൻഷ്യൽ എം എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ 2RT ആണ്. ബാക്കി 3RT RT ഒക്കെ കൊടുത്ത്. റൈറ്റ്, ഓക്കെ ആണല്ലോ. അപ്പം എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രശ്നം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുക. അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആരാ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, നെറ്റ് ഫോഴ്സ് ടൂവേർഡ് സെൻറ്റർ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചാൽ ബാക്കിയിൽ നിന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്. പിന്നെ ചോയ്സോട് നോക്കണം. ഇവിടെ ആൻസർ ഉള്ളത് ഏതിൻ്റെ ടേംസിലാണ്? ആറിൻ്റെ ടീൻ്റെ എമ്മിൻ്റെ ഒക്കെ ടേംസിലാണ്. അതുകൊണ്ട് നമ്മൾ ഡെൻസിറ്റി അതിൻ്റെ അകത്തില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഡെൻസിറ്റിനെ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇത് കണ്ടിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം മുതൽ ഒന്നുകൂടി കാണുക. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണത്.